എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലൗകികമായ ഒരു കാഴ്ചപ്പാടും ആത്മീയമായൊരു കാഴ്ചപ്പാടും ജീവിതത്തിലുണ്ടാവണം. ഇത് ബാലൻസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നല്ല കഴിവുള്ളവർ, നല്ല അറിവുള്ളവർ ജീവിതത്തിൽ ചില പ്രതിസന്ധി വരുന്ന സമയത്ത് ആത്മഹത്യയിലേക്ക് തിരിയുന്നത്. നമ്മൾ ദിവസവും പത്തെടുത്ത് നോക്കിക്കഴിഞ്ഞാലല്ലോ നല്ല കഴിവുള്ളവരൊക്കെയാണ് ആത്മഹത്യ ചെയ്തു പോകുന്നത്. അപ്പോൾ ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ അറിവും കഴിവും അവർ ഒരു തലത്തിൽ മാത്രമേ വയ്ക്കുന്നുള്ളൂ. നമുക്കാണെങ്കിലോ രണ്ട് തലത്തിലിരുന്ന് ചിന്തിക്കാനുള്ള കഴിവുണ്ട്, സാമർഥ്യമുണ്ട്, ശക്തിയുണ്ട്. ലോകം എപ്പോഴും നമ്മളെ നോക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ നോക്കുന്നത് ആ കാഴ്ചപ്പാടിനെ ലൗകികം എന്ന് പറയും. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ വഴിയിൽ വെച്ച് ഒരാളെ കാണുന്നു, സുഖങ്ങൾ വിശേഷം ചോദിക്കുന്നു, സുഖമല്ലേ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്? അവരുടെ സുഖത്തിൽ നിന്ന് ആരോഗ്യം സുഖകരമല്ലേ, അല്ലേ? ആണോ അല്ലയോ? വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇതൊക്കെയാണ് നിങ്ങൾ നോക്കുന്നത്. അവരുടെ ശാരീരികമായ ആരോഗ്യം, അവരുടെ സാമ്പത്തികമായ അവസ്ഥ, അവരുടെ സ്നേഹബന്ധങ്ങൾ, ഇതല്ലേ നമ്മൾ നോക്കുന്നത്? ആണോ അല്ലയോ? ഇതാണ് ലോകത്തിൻ്റെ സുഖം എന്ന് പറയുന്നത്. ലോകം ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഇതാണ് ലൗകികമായ കാഴ്ചപ്പാട്. ജോലി കിട്ടി, ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യണോ, സാലറി കിട്ടണോ, ഓ അവൻ രക്ഷപ്പെട്ടു എന്ന് പറയും. പക്ഷെ അവൻ്റെ ജീവിതത്തിൽ അവൻ രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്നറിയില്ല. ഉണ്ടോ? ഇങ്ങനെയാണ് ലോകം. നമുക്കങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് വയസ്സായി കഴിഞ്ഞാൽ ആളുകൾ നിങ്ങളോട് ചോദിക്കും അസുഖമൊന്നുമില്ലല്ലോ എന്ന്. കാരണം അവർക്ക് ഉറപ്പാണ് വയസ്സായിട്ടുള്ളവർക്കെല്ലാം അസുഖം തന്നെയാണ് എന്നുള്ളത്. ഇങ്ങനെ നമ്മളോട് ലൗകികമായ കാര്യങ്ങളിലൂടെ കുശലങ്ങളും വിശേഷങ്ങളും ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുമ്പോൾ, നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കുന്ന സമയത്ത് നാം അതുമാത്രമാണ് ജീവിതം എന്നങ്ങോട്ട് കരുതിയാൽ നമ്മൾ പലപ്പോഴും പരിമിതികളെ, ഇല്ലായ്മകളെ, കുറവുകളെ കാണും. ഈ ഇല്ലായ്മകളും കുറവുകളും പരിമിതികളും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉയരാനും അതുപോലെ തന്നെ മനസ്സിനെ കുറച്ച് ആധ്യാത്മികമായി വികസിപ്പിക്കാനുമുള്ള കഴിവിനെ മുരടിപ്പിച്ച് കളയും, നശിപ്പിച്ച് കളയും. അവിടെയാണ് ഈ സത്സംഗത്തിൻ്റെ ഒരു മഹത്വം. നമുക്ക് മറ്റൊരു ദൃഷ്ടിയിലൂടെ ജീവിതത്തെ നമുക്ക് കാണിച്ചു തരികയാണ്. ഭാഗവതത്തിൻ്റെയൊക്കെ പ്രത്യേകത അതാണ്. അതുകൊണ്ട് നമുക്ക് രണ്ട് ധർമ്മങ്ങൾ വേണമെന്ന് പറഞ്ഞു. ഒന്ന് വ്യവഹാരധർമ്മവും വേണം, രണ്ടാമത്തത് ഭാഗവത ധർമ്മവും വേണം, അല്ലെങ്കിൽ ആത്മീയ ധർമ്മവും വേണം. അതെന്താണ് ഈ ഭാഗവത ധർമ്മവും ആത്മീയ ധർമ്മവും തമ്മിലുള്ള വ്യത്യാസം? ഒരിക്കലൊരു രാജാവ്, നാട്ടുരാജാവ്, ഗുജറാത്തിൽ, ഇത് നടന്ന കഥയാണ്. ഒരു കൊച്ചു രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരും പരിവാരങ്ങളും അങ്ങനെ കാലം മുന്നോട്ട് പോകുമ്പോൾ ഒരു ബ്രാഹ്മണൻ, മധ്യവയസ്കനായ ബ്രാഹ്മണൻ കൊട്ടാരത്തിൽ സെക്രട്ടറിയെ കണ്ടു, പ്രധാനപ്പെട്ട ആളെ. പറഞ്ഞു, കുറേ കാലമായി ജോലിയൊന്നും മര്യാദയ്ക്കില്ല, എവിടെയെങ്കിലും ഒരു ജോലി തരാക്കി തന്നാൽ സന്തോഷമായിരുന്നു. വീട്ടിലാണെങ്കിൽ പ്രാരബ്ധം, 2-3 പെൺകുട്ടികളെ കെട്ടിച്ച് വിടാനുണ്ട്, അവിടെ നിന്ന് സഹായിക്കണം. ഒരു കാര്യം ചെയ്യാം, ഞാൻ രാജാവിനോട് ചോദിച്ചു നോക്കട്ടെ. രാജാവിനെ മുഖം കാണിച്ചു. രാജാവ് ചോദിച്ചു, ബ്രാഹ്മണൻ അങ്ങേക്ക് എന്താ കഴിവുള്ളത് എന്ന്. വൈദ്യം പഠിച്ചിട്ടുണ്ട്, ഇത്തിരിയൊക്കെ മസാജ് ചെയ്യാനും അറിയാം, ഉഴിച്ചിലൊക്കെ തരാണ്. ഓഹോ ഹോ ഹോ, ഒരു കാര്യം ചെയ്യൂ ബ്രാഹ്മണ, രാവിലെ വരിക കൊട്ടാരത്തിൽ, എന്നിട്ട് എന്നെ ഒന്ന് മസാജ് ചെയ്യുക, ഒരു വെള്ളിക്കാശ് തരാം, സമ്മതമാണോ വെച്ചു. ഒരു വെള്ളിക്കാശ് എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വർണം പോലെയാണ്. ഇപ്പം സന്തോഷമായി രാജൻ. അങ്ങനെ ബ്രാഹ്മണൻ വരാൻ തുടങ്ങി. കാശ് സെക്രട്ടറിയുടെ അടുത്ത് മേടിക്കണം, അവിടെ ചെന്നാൽ കാശ് കിട്ടും. അപ്പോൾ ഈ സെക്രട്ടറി ദിവസവും ഈ വെള്ളിക്കാശ് കൊടുക്കുമ്പോൾ ഒരു ദിവസം പറഞ്ഞു, ഈ ജോലി തരാക്കി തന്നത് ഞാനാ, അതുകൊണ്ട് ഇതിൽ 1 രൂപയിൽ 25 പൈസ കമ്മീഷൻ എനിക്ക് വരണം. അന്നുകൊണ്ട് കൈക്കൂലിക്കാർ. ബ്രാഹ്മണൻ പറഞ്ഞു, ആകെ കഷ്ടി അങ്ങോട്ട് ഒത്തുപോവുക കാര്യങ്ങൾ, അതിൻ്റെ ഇടയിൽ കൂടെ ഇതിന്ന് വലിക്കുന്നത് ശരിയില്ല, എനിക്കിപ്പോൾ തരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന്. തൻ്റെ ജോലി ഞാൻ തെറിപ്പിക്കുന്നു, കഷ്ടപ്പെടുത്തരുത്, എന്നാൽ കാണാലോ നീ ജോലി ചെയ്യണതെന്ന്. പിറ്റേ ദിവസം ഇയാളെ ജോലിയൊക്കെ കഴിഞ്ഞ് സെക്രട്ടറിയുടെ അടുത്തെത്തിയപ്പോൾ സെക്രട്ടറി പറഞ്ഞു, അങ്ങയെക്കുറിച്ചൊരു പരാതി ഉണ്ട്. എന്താണത്? അങ്ങയുടെ വായ തുറക്കുമ്പോൾ വായനാറ്റം വരുന്നു രാജാവിനെന്ന്, ഭയങ്കര വായനാറ്റെന്ന്.
അതുകൊണ്ട് നാളെ വരുമ്പോൾ ഉണ്ടല്ലോ മുഖം കെട്ടിക്കൊണ്ട് വേണം വരാൻ. കേട്ടുവോ? കേട്ടു. പാവം വീട്ടിൽ നിന്നേ കെട്ടിയിട്ടാണ് വന്നത്. കാരണം രാജാവിന് ബുദ്ധിമുട്ടുണ്ടാവരുതല്ലോ. അപ്പം രാജാവ് ചോദിച്ചു, എന്തു പറ്റി ബ്രാഹ്മണ, ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനെ ഒരു കോലം? ബ്രാഹ്മണൻ പറഞ്ഞു, വാസന. ആംഗ്യം കൊണ്ട് കാണിച്ചു കൊടുത്തു. സെക്രട്ടറിയെ വിളിപ്പിച്ചു, എന്തു പറ്റിയെന്ന്. ഇദ്ദേഹം പറയാണ്, അങ്ങയുടെ ശരീരത്തിൽ ദുർഗന്ധമുണ്ട് എന്ന്. പോരെ, അത് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ കെട്ടി വന്നിരിക്കുന്നത്. ബ്രാഹ്മണന് മനസ്സിലായി, സെക്രട്ടറി നമുക്കിട്ട് വെച്ച പരയാണ്. ഒരു നിമിഷമുണ്ടല്ലോ ആ ബ്രാഹ്മണൻ കെട്ടങ്ങട് അഴിച്ച് രാജാവിനോട് പറഞ്ഞു, സത്യം പറഞ്ഞാൽ അതല്ല രാജൻ, സെക്രട്ടറിക്ക് അറിയാത്തതുകൊണ്ടാണ്. അടിയൻ്റെ വായിലൊരു മുറിവ് പറ്റി. അപ്പം രക്തം ഇങ്ങനെ വായിൽ വരുന്നുണ്ട്. അത് ഒരു തുള്ളി പോലും അവിടുത്തെ ദിവ്യ ശരീരത്തിൽ പറ്റരുതേന്ന് വിചാരിച്ചിട്ടാണ് കെട്ടി വന്നത് എന്ന്. ബ്രാഹ്മണൻ അതിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്തിരിക്കണു? നാവ് കടിച്ചു പൊളിച്ചിരിക്കണം. വായിൽ നിറയെ ചോരയാണ്, രക്തമാണ്. കാണിച്ചു കൊടുത്തു, വായ തുറന്നങ്ങോട്ട് കാണിച്ചു കൊടുത്തു. രാജാവിന് ബുദ്ധി. രാജാവ് പറഞ്ഞു, സെക്രട്ടറി ഇനി മേലാൽ ചോദിക്കാത്തതിന് ഉത്തരം പറയരുതെന്ന്, പോയിക്കോളൂ എന്ന്. ബ്രാഹ്മണന്മാരൊന്നും എന്നെ വഞ്ചിക്കില്ല. എന്താ അവിടെ നിന്ന് പറഞ്ഞത്? ബ്രാഹ്മണനോട് പറഞ്ഞു, നാളെ മുതൽ വായൊന്നും കെട്ടണ്ട, ഇത്തിരി രക്തമൊക്കെ എൻ്റെ മേലായിട്ട് കുഴപ്പമൊന്നുമില്ല, എന്തായാലും മരിക്കാൻ പോകുന്നതല്ലേ എന്ന്. അപ്പം സമയോചിതമായി പ്രതികരിക്കാനുള്ള കഴിവ് നമുക്കില്ലെങ്കിൽ ഈ സമൂഹത്തിൻ്റെ ചുറ്റുപാടിന് നമ്മളെ തളർത്താൻ പറ്റും. അപ്പം അതിനർത്ഥം നമ്മൾ വായ പൊളിക്കണം എന്നാണോ? അല്ല. ആ സമയത്ത് ഇങ്ങനെയൊരു പ്രശ്നം തൻ്റെ മുന്നിൽ വരുമ്പോൾ അതിനെങ്ങനെ മറികടക്കണം എന്നുള്ളൊരു കഴിവ് നമുക്കുണ്ട്. ആ ബ്രാഹ്മണൻ അപ്പോൾ അത് തോന്നിയതിന് കാരണം ബ്രാഹ്മണൻ്റെ ഉള്ളിലും ആ ഒരു അറിവും കഴിവുള്ളത് കൊണ്ടാണല്ലോ. ഇതുപോലെ നമുക്ക് വേണ്ട സമയത്ത് വേണ്ടത് തോന്നണമെങ്കിൽ നാം നമ്മുടെ മനസ്സിനെ ആരിലേക്ക് തിരിച്ചിരിക്കണം? ഭഗവാനിലേക്ക് തിരിച്ചിരിക്കണം. അതാണ് ഭഗവാൻ പറയുന്നത്. ഗീതയിൽ ഭഗവാൻ അനുഗ്രഹം എന്ന് പറയുന്ന വാക്കിന് അർത്ഥം പറയുന്നത് ദദാമി ബുദ്ധിയോഗം എന്നാണ്. വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ പ്രതികരിക്കാനുള്ള, റിയാക്ട് ചെയ്യാനുള്ള, റെസ്പോണ്ട് ചെയ്യാനുള്ള നമുക്ക് ബുദ്ധി ഭഗവാൻ തന്നിരിക്കുന്നതാണ്. അതിനെന്ത് വേണം? നിങ്ങൾ വിചാരിക്കരുത് താനെ കൊണ്ട് ഭഗവാൻ തരുന്ന്. ഭഗവാൻ പറയുന്നു, തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം. അതിനെന്ത് വേണം? നിങ്ങളെന്നെ പ്രീതിയോടുകൂടി ഭജിക്കണം. അതാണ് ഇമ്പോർട്ടൻ്റ്. നമ്മൾ അത് ചെയ്യാതെ ഭഗവാൻ നമ്മളെ രക്ഷിക്കണില്ല, ഈ ഏർപ്പാട് ചെയ്യുന്നതാണ് കുഴപ്പം. അത് മാത്രം ഒതുക്കി പോവുകയാണ് ആളുകൾ. അവിടെ ചെന്നിട്ട് കുറച്ചു നേരം നമ്മുടെ മനസ്സിനെ പരിപൂർണമായി ആരിലേക്ക് എത്തിക്കണം? ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് നമ്മൾ ജീവിതം നയിക്കുകയാണെങ്കിൽ ഭഗവാൻ ഈ പറഞ്ഞ കാര്യം 100% സത്യമാണെന്ന് നമുക്ക് ബോധ്യം വരും. ഗീതയിലും മറ്റും പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് ശരിയാണെന്ന് തെളിയിക്കേണ്ടത് ആരാണ്? നമ്മളാണ് തെളിയിക്കേണ്ടത്. അപ്പം നമ്മളത് അതേ രീതിയിൽ പരീക്ഷണം നടത്തിയാലേ ശരിയാവുള്ളൂ അല്ലേ? H2O = വെള്ളം എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ്റെ 2 തന്മാത്രകളും ഓക്സിജൻ്റെ 1 തന്മാത്രയും ചേർത്താൽ തന്നെ വെള്ളം വരികയുള്ളൂ. അത് സയൻറ്റിഫിക്കായിട്ട് കണ്ടെത്തിയ കാര്യം. നമ്മൾ അതേപോലെ നമ്മൾ പ്രാക്ടിക്കലി നോക്കുമ്പോഴേ അത് ശരിയാണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇതുപോലെ സതതയുക്താനാം ഭജതാം, എപ്പോഴും എന്നെ പ്രീതിയോടുകൂടി ഭജിക്കാൻ നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ എന്ത് തരും? ബുദ്ധിയോഗം. വേണ്ട വിധത്തിൽ വേണ്ട സമയത്ത് പ്രതികരിക്കാനുള്ള കഴിവിനെ നമുക്ക് തരുന്നു പറയാണ്. അപ്പോൾ എവിടെയാണ് ആളുകൾക്ക് വീഴ്ച പറ്റുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ദേ എക്സ്പെക്ട് ലോട്ട് ഫ്രം ഗോഡ് ബട്ട് ദേ നെവർ ഡു എനിത്തിങ്. ഇതൊക്കെ മറ്റൊരാളെ അങ്ങോട്ട് ഏൽപ്പിച്ച് അങ്ങനെക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി, അങ്ങനെക്ക് വേണ്ടി. ഭഗവാൻ പറയുന്നു, ഇക്കാര്യത്തിൽ മൂന്നാമതൊരു പാർട്ടിയില്ല. ഈ കാര്യത്തിൽ ആര് തന്നെ വേണം? ഉദ്ധരേതാത്മനാത്മാനം. അവനവനെ ഉയർത്തേണ്ടത് അവനവൻ തന്നെയാണ്. മനസ്സിലായില്ലേ? അവനവൻ തന്നെ അവനവന് വേണ്ടി മെനക്കെടണം. ഇതിൽ വേറൊരാൾക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. കുറേ കാലമായിട്ട് നമ്മുടെ സംസ്കാരത്തിന് എന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആളുകൾക്ക് ഭക്തി കൂടുന്നുണ്ട്, അമ്പലങ്ങളിലൊക്കെ ആളുകൾ ധാരാളം വരുന്നുണ്ട്, ക്ഷേത്രങ്ങളൊക്കെ വികസിക്കുന്നുണ്ടെങ്കിലും അവനവൻ തന്നെ പ്രയത്നിക്കുന്നത് എന്താ? നിങ്ങളുടെ ഒബ്സർവേഷൻ കൂടുതലാണോ കുറവാണോ? കുറവാണ്. ഇതൊക്കെ വേറെ ആൾക്കാരെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ആളുകൾ കൂടുതലാണ്. ഒന്നിച്ചൊരു കൊല്ലത്തേക്ക് ബുക്ക് ചെയ്തിട്ടിരിക്കുക, അവിടുന്ന് പൂജിച്ചാൽ മതിയെന്നോ, പിന്നെയൊക്കെ ആര് നോക്കിക്കോളും? ഗുരുവായൂരപ്പൻ നോക്കിക്കോളും എന്ന്.
ഇതൊക്കെ അങ്ങനെയുള്ള അന്ധവിശ്വാസത്തിൽ നിന്നും നമ്മുടെ മനസ്സിനെ ഉയർത്തിയിട്ട് നമ്മൾ അങ്ങനെ പരിശ്രമിക്കാൻ ശ്രമിക്കണം. അതിന് സഹായിക്കുന്ന ഓരോ കഥകളാണ് ഭാഗവതത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. അടുത്ത മനോഹരമായൊരു കഥയാണ് 6-ാമത്തെ അധ്യായത്തിൽ. നേരത്തെ നമ്മൾ മനുവിൻ്റെ വൈവസ്വത മനുവിൻ്റെ പരമ്പരയെക്കുറിച്ചാണ് പറഞ്ഞത്. അതിൽ ഒരു രാജാവായിരുന്നു ഇക്ഷ്വാകു എന്ന് പറയുന്ന രാജാവ്. ഇക്ഷ്വാകുവിനെ കുറിച്ച് നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടാവും, നേരിട്ട് കണ്ടിട്ടല്ല, പിന്നെ എവിടെയാണ് കേട്ടിട്ടുണ്ടാവുക. രാമായണം വായിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം. രാമായണത്തിൽ ശ്രീരാമസ്വാമി പറയും തൻ്റെ പാരമ്പര്യം, ഞാൻ വരുന്നത് ഇക്ഷ്വാകു വംശത്തിൽ നിന്നാണ് എന്ന്. അപ്പം അങ്ങനെ ആ ഇക്ഷ്വാകു എന്ന് പറയുന്ന രാജാവിൻ്റെ കഥയാണ് ഇനി പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പുത്രനായിരുന്നു വികുക്ഷു. നല്ല പേരുകളാണ്, വികുക്ഷു, ഇക്ഷ്വാകു. ഉച്ചരിക്കാൻ നല്ല നല്ല പ്രയാസം, എന്നാൽ പല്ല് വെച്ചവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടാവും. വികുക്ഷു ഒരിക്കൽ അവിടുത്തെ ഗുരു പറഞ്ഞു, ശ്രാദ്ധം വന്നു. എനിക്ക് തോന്നുന്നു ആ കാലഘട്ടത്തിൽ ശ്രാദ്ധത്തിന് മാംസം സമർപ്പിക്കുന്നൊരു ചടങ്ങുണ്ടായിരിക്കണം. അപ്പോൾ വികുക്ഷുവിനെ മാംസം കൊണ്ടുവരാൻ വേണ്ടി കാട്ടിലേക്ക് പറഞ്ഞയച്ചു എന്നാണ്. സ ഏകദാഷ്ടശ്രാദ്ധേ ഇക്ഷ്വാകുസുതമാദിശൽ മാംസമാനീയതം മേത്യം വികുക്ഷേ ഗച്ഛമാജിരം തദേതി സവനം ഗത്വാ മൃഗാൻ ഹത്വാ ക്രിയാർഹണൻ ശ്രാദ്ധോ ബുഭിക്ഷിതോ വീര ശശം ചാതപസ്മൃതി. അങ്ങനെ വികുക്ഷു എന്ന് പറയുന്ന പുത്രൻ വനത്തിലെത്തി. എന്തിനു വേണ്ടിയിട്ടാണ് പോണത്? ചിലവർ ഈ ഒരു കാര്യം പറയുമ്പോണ്ടല്ലോ, രാമായണത്തിൽ ചിലർ സംശയം ചോദിക്കാറുണ്ട്, രാമൻ മാംസം ഉണക്കി എന്ന് പറയുന്നു. അപ്പം ശ്രീരാമസ്വാമി മാംസം കഴിച്ചിട്ടുണ്ടോ എന്ന്. അപ്പം അവരുടെ പരമ്പര നോക്കിക്കഴിഞ്ഞാൽ ശ്രാദ്ധത്തിന് മാംസം വെച്ചിരുന്നു എങ്കിൽ അവരൊക്കെ മാംസം അന്നത്തെ ക്ഷത്രിയന്മാർ ഉപയോഗിച്ച് കാണണം. അതായത് ഇതിനൊരു സമാധാനം പറയാമല്ലോ, അല്ലെങ്കിൽ മാംസം പിതൃക്കൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഏതായാലും മാംസം കൊണ്ടുവരാൻ വേണ്ടി ഇദ്ദേഹം പോയി. അവിടെ ചെന്നപ്പോൾ ഇതിന് പറ്റിയ ചില മാംസങ്ങളുണ്ട്. മാനിൻ്റെ മാംസം, ചില മുയലുകളുടെ മാംസം. ഒരു നല്ലൊരു മുയലിനൊക്കെ പിടിച്ചു കൊണ്ടുവന്ന് ചങ്ങാതിക്ക് നല്ല വിശപ്പ് തോന്നി. പിതൃക്കളെയൊക്കെ മറന്ന്, ആദ്യം വികുക്ഷി എന്നുള്ള പേര്, മറ്റുള്ള കുക്ഷികളൊക്കെ മറന്ന് സ്വന്തം വയറിലേക്ക് നിറച്ചു. കുറേയൊക്കെ കഴിച്ച് ബാക്കിയുള്ള മാംസം എന്ത് ചെയ്തു? കൊണ്ടുകൊടുത്തു. അവിടെ കൊണ്ടുകൊടുത്തപ്പോൾ ജ്ഞാത്വാ പുത്രത്യ സൽക്കർമ്മ ഗുരുനാവിഹിതം നൃപ ദേശാൻ നിരാശയാമാസ സുതം തെക്തവിധിം രുഷാം. അവിടെ ചെന്ന് മാംസം ബാക്കി കൊടുത്തപ്പോൾ ഗുരു പറഞ്ഞു, ഈ മാംസത്തിന് ശുദ്ധിയില്ല, കാരണം ഇത് കഴിച്ചതിൻ്റെ എച്ചിലാണ്, ബാക്കിയാണ്, ഇത് പിതൃക്കൾക്ക് കൊടുത്തുകൂടാന്ന്. അപ്രകാരം പിതൃക്കൾക്ക് കൊടുക്കാൻ പാടില്ലാത്ത മാംസമാണെന്ന് പറഞ്ഞപ്പോൾ അച്ഛന് വളരെ ദേഷ്യം വന്നു, ഭയങ്കര ദേഷ്യം വന്നിട്ട് അവിടെ വെച്ചിട്ട് പറഞ്ഞു, ദേ മേലാൽ ഈ വീട്ടിൽ നിന്ന് പോരുത്, ഇറങ്ങിപ്പോ, പോകാൻ പറഞ്ഞു. വീട്ടിൽ നിന്ന്, കൊട്ടാരത്തിൽ നിന്ന് അയാൾ ഒഴിവാക്കി എന്നാണ്. അച്ഛനാണെങ്കിലോ സതുവിപ്രേണ സംവാദം ജാപകേന സമാചരൻ തെക്വാ കളേപരം യോഗി സതേനാവാപയത്പരം. അച്ഛനാണെങ്കിൽ വിഷമവും മറ്റുമൊക്കെ വന്ന് കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. അച്ഛനും തൻ്റെ മനസ്സിനെ ആത്മീയമായി ഉയർത്തി ശരീരം ഉപേക്ഷിച്ചു. ഈ വികുക്ഷുവിൻ്റെ കഥയിലേക്കാണ് ഇനി പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ശ്രാദ്ധത്തിന് ഒരു അപവിത്രമായ സാധനം വെക്കാൻ പാടില്ല എന്നുള്ളത്. ഇത് വളരെ ശ്രദ്ധിക്കണം. ആ കാലം, ഇത് ഏത് കാലമാണെന്ന് വെച്ചാൽ ഈ പറയുന്നതൊക്കെ ത്രേതായുഗത്തിൻ്റെ കാലഘട്ടത്തിൽ നടക്കുന്ന കഥകളാണ്. അപ്പോൾ ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത് കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തേണ്ടുന്ന സംസ്കാരമാണ്. അപ്പം നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളുണ്ടല്ലോ, അത് മുഴുവൻ ഈ കാലഘട്ടത്തിൻ്റേതല്ല. ഉദാഹരണത്തിന് നമ്മൾ പൂജകൾ ചെയ്യുന്നു ക്ഷേത്രത്തിൽ, നമ്മൾ പലരും കരുതിയിരിക്കുന്നത് ഈ കാലഘട്ടത്തിൻ്റേതാണെന്നാണ്. പക്ഷേ ഈ കാലഘട്ടത്തിൻ്റേതല്ല പൂജ. നിങ്ങൾ നാരായണീയം പഠിച്ചവരാണല്ലോ. അപ്പം നാരായണീയത്തിലെ ഈ ശ്ലോകം നിങ്ങൾ ഓർത്തു വയ്ക്കണം. അവിടെ ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ വെച്ച് പറയുന്നുണ്ട്. ഭാഗവതത്തിലെ വരികൾ തന്നെയാണ് പറയുന്നത്. 92-ാം ദശകത്തിൽ 5-ാമത്തെ ശ്ലോകം. അവിടെ പറയണ, ശ്വേതശ്ചായം കൃതേ ത്വാം മുനിവരവപുഷം പ്രീണയന്തേ തപോഭീ ത്രേതായം സൃക്സ്രവാദ്യങ്കിതമരുതനും മരുതനും യജ്ഞരൂപം യജന്തേ സേവന്തേ തന്ത്രമാർഗൈ വിലസതരിഘതം ദ്വാപരേ ശ്യാമളാംഗം നീലം സങ്കീർത്തനാദ്യൈ
ഇഹ കലി സമയേ മാനുഷാ ത്വാം ഭജന്തേ. ശ്വേതശ്ചായം, ശ്വേതം വെളുത്തത്. ആ കാലഘട്ടത്തിൽ മുനിപരവപുഷം പ്രീണയന്തേ തപോബി. ഭഗവാനെ സന്തോഷിപ്പിക്കുന്നത് തപസ്സിലൂടെയാണ്. ആ കാലഘട്ടത്തിൽ, അതായത് കൃതയുഗത്തിൽ, ആളുകൾക്ക് ധ്യാനത്തിലൂടെ തന്നെ മനസ്സിനെ ആരിലേക്ക് എത്തിക്കാൻ പറ്റാറുണ്ട്? ഭഗവാനിലേക്ക് എത്തിക്കാൻ പറ്റാറുണ്ട്. എന്നാൽ ത്രേതയുഗം വന്നപ്പോഴോ ത്രേതായം സൃക്സുവാദ്യങ്കിതമരുതനും യജ്ഞരൂപം യജന്തേ. എന്നാൽ ത്രേതായുഗം വന്നപ്പോൾ യജ്ഞത്തിലൂടെ മാത്രം, അതായത് ഹോമങ്ങളും യജ്ഞങ്ങളും വന്നു. അതിലൂടെ ഭഗവാനെ തൃപ്തിപ്പെടുത്തേണ്ട അവസ്ഥ വന്നു. സേവന്തേ തന്ത്രമാർഗൈ വിലസതരികതം ദ്വാപരേ ശ്യാമളാംഗം. എവിടെ? ദ്വാപരയുഗത്തിൽ ഭഗവാനെ തന്ത്രമാർഗത്തിലൂടെ പൂജിച്ചുകൊണ്ടേ മനസ്സിനെ ആരിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ? ആ അവസ്ഥ വന്നു. എന്നാൽ ഈ കലിയുഗത്തിലുണ്ടല്ലോ, ധ്യാനത്തിലൂടെയും യജ്ഞത്തിലൂടെയും പൂജയിലൂടെയും കിട്ടാത്ത ഏകാഗ്രത ഭഗവാനിലേക്ക് എത്തിക്കാനുള്ള എളുപ്പമാർഗം ഇത് തന്നെയാണ്. ഇഹ കലി സമയേ സങ്കീർത്തനാദ്യേ. ഈ കലിയുഗത്തിൽ സങ്കീർത്തനം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പറയാണ്. അപ്പം അങ്ങനെ നാമസങ്കീർത്തനവും സത്സംഗവുമാണ് നമ്മുടെ ഈ യുഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതെന്തിനാ അത് പറഞ്ഞിരിക്കാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാലം മാറും തോറും വസ്തുശുദ്ധി നഷ്ടപ്പെടും, വ്യക്തികളുടെ ശുദ്ധി നഷ്ടപ്പെടും, സ്ഥലത്തിൻ്റെ ശുദ്ധിയും നഷ്ടപ്പെടും. നമ്മൾ ഓരോന്ന് കണിശമായി നോക്കിക്കഴിഞ്ഞാലല്ലോ, ഇന്ന് ക്ഷേത്രത്തിൽ ഉപയോഗിക്കേണ്ടുന്ന സാധനങ്ങളൊന്നും അതിൻ്റെ ശുദ്ധിയിലല്ല എന്ന് പറയാണ്. പാല് തന്നെ നോക്കൂ നിങ്ങൾ. ശരിക്കും നമ്മൾ ക്ഷേത്രത്തിൽ പശുവിൻ്റെ പാല് മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ, അല്ലേ? ആണോ അല്ലയോ? എരുമയുടെ പാല് നമ്മൾ ശുദ്ധപാലായിട്ട് കണക്കാക്കിയില്ല. എന്നാൽ ഇന്ന് നല്ലൊരു ശതമാനം, 99% ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്ന പാല് പാക്കറ്റ് പാലാണ്. പശുവിനെ കറന്നിട്ട് എന്തായാലും കിട്ടില്ല. ഗുരുവായൂർ തന്നെ പൂജയ്ക്ക് കഷ്ടി പായസമൊക്കെ വയ്ക്കുന്നത് മറ്റേ പാക്കറ്റ് പാല് തന്നെയാണ്. ഇനി ഓരോ സാധനങ്ങൾ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് 100% അതിന് ശുദ്ധി പറയാൻ എനിക്ക് തോന്നുന്നു. ഇത് ശുദ്ധിയിലേക്ക് നമ്മൾ കടന്നാലല്ലോ ഗുരുവായൂരിൽ പൂജിക്കാൻ പറ്റില്ല. കൊണ്ടുവരുന്ന പൂക്കളൊക്കെ ഉണ്ടല്ലോ, എല്ലാം തമിഴ്നാട്ടിൽ നിന്ന് ഉള്ള വളവും ഇട്ടിട്ട് അവിടുത്തെ തുളസിയൊക്കെ ഒരു നിമിഷം അതന്നെ ക്രൂരമായിട്ടാണ് അതൊക്കെ കൊണ്ടുവരുന്നത്. വാസ്തവത്തിൽ ഓരോ ഇതളും പറയ്ക്കുമ്പോൾ ഈ അമ്പലവാസികളുണ്ടല്ലോ, അവരൊക്കെ ആ പൂക്കൾ ഇറക്കുന്ന പണിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഓരോ പൂവും അറുത്തെടുക്കുമ്പോൾ നാമം ചൊല്ലിക്കൊണ്ടേ അറുത്തെടുക്കാവൂ എന്നൊക്കെയാണ്. അങ്ങനെയൊക്കെയാണ് ആ നിയമങ്ങൾ. എന്നാൽ ഇന്നുണ്ടല്ലോ ഒക്കെ കത്രി വെച്ചിട്ട് വെട്ടിയിട്ടാണ്. ഈ തുളസിയൊക്കെ നോക്കും നിങ്ങൾ, പൊട്ടിച്ചു കൊണ്ടുവരികയാണ്. അങ്ങനെ തന്നെ അതും കെട്ടുമ്പോഴേക്കും വാടിപ്പോകുന്നു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതൊക്കെയാണ് ഭൂമിയെ നശിപ്പിച്ചുകൊണ്ട് ഉള്ള രാസവസ്തുക്കളൊക്കെ ഇട്ടുകൊണ്ട് ഇതൊക്കെയാണ് ഭക്തി? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഭക്തി എന്ന് പറയുന്നത് ഇതെല്ലാം പണ്ട് കാലത്ത്, നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത്, നിങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ക്ഷേത്രത്തിൽ പോകുമ്പോൾ നിങ്ങൾ പൂക്കൾ കൊണ്ടുപോകാറില്ലേ? അവനവൻ്റെ വീട്ടിൽ നിന്ന് അവനവൻ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ഒരു സമർപ്പണം. ഇതൊക്കെ ബിസിനസ്സായി മാറിയതോടുകൂടി സിസ്റ്റങ്ങളൊക്കെ താളം തെറ്റി പറയുകയാണ്. അപ്പോൾ നമ്മളും ആ ഭഗവാനും തമ്മിലുള്ള ബന്ധം അതടുപ്പിക്കുന്നതിന് പകരം ഇന്ന് പല സംവിധാനങ്ങളും നോക്കുമ്പോൾ അടുപ്പിക്കുന്നതിന് പകരം അകറ്റുന്നതാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടായിരിക്കാം ആ കാലഘട്ടത്തിൽ വേദവ്യാസ മഹർഷി മനസ്സിലാക്കിയത് ഇതൊക്കെ കച്ചവടമായി മാറും, ആളുകൾ ഇതൊക്കെ മിസ്യൂസ് ചെയ്യും. അതുകൊണ്ട് ഇനിയുള്ള യുഗത്തിൽ ആളുകളുടെ മനസ്സിനെ ഈശ്വരനിലേക്ക് എത്തിക്കാൻ ഇത്തരം ചടങ്ങുകളേക്കാൾ ശ്രേഷ്ഠം നാമസങ്കീർത്തനം തന്നെയാണ്. അല്ലെങ്കിൽ ഇതൊക്കെ കലിയുഗമല്ലേ? ആളുകളൊക്കെ കാര്യങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നവരെയാണ്. അതും അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ കൂടിക്കൂടി വരും. ഒരു ക്ഷേത്രത്തിൽ ഒരു കാര്യം തന്നെ തോന്നണു, ഒരാൾ തൊഴാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് വലിയ ആ കൽവിളക്കിൽ ഒരു പാറ്റ വന്ന് വീണ്, ദീപാരാധന സമയം. അപ്പോൾ അതിൻ്റെ അടുത്തിരുന്ന ആൾ ആ വിളക്കിൽ നിന്ന് ആ പാറ്റ എടുത്ത് മാറ്റി അറിയാതെ ഇങ്ങനെ എണ്ണ തലയിൽ തേച്ചു. അപ്പോഴേക്കും തമിഴ്നാട്ടിൽ നിന്ന് കുറേ ഭക്തന്മാർ വന്നിരുന്നു. ശബരിമല സീസണുമാണ്. ഇവരൊക്കെ വിചാരിച്ചു അമ്പലത്തിൽ തൊഴണമെങ്കിൽ ഇത് തന്നെ. ഇതാണ് നമ്മുടെ ഭക്തിക്കുള്ളൊരു കുഴപ്പം. അപ്പോൾ ഞാൻ കണ്ണുകൊണ്ട് കാണുന്നതാണ്. ചില ക്ഷേത്രങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട് അവർ ചുമരിൽ, ഇവിടെ ചന്ദനം തേക്കരുത് എന്ന്. എന്നാൽ അവിടെ തന്നെ തേക്കുള്ളൂ. അതങ്ങനെയാണ് നമ്മുടെ സംസ്കാരം. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് അതിലൊരു വിശ്വാസം, ആ തൂണി തേച്ചാൽ എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന്. ഇങ്ങനെയുള്ള വിശ്വാസത്തിൽ നിന്നും നമ്മൾ മനസ്സിനെ
ഉയർത്തിയെടുക്കണം. അതുകൊണ്ട് കലിയുഗത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായതെന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? നാമസങ്കീർത്തനം. ഭഗവാൻ വളരെ വ്യക്തമായിട്ടാണ് ഗീതയിൽ പറയുന്നത്, മന്മനാഭവമൽ ഭക്ത മദ്യാജീമാം നമസ്കുരു മാമേ വൈശസി സത്യം തേ പ്രതിജാനേ പ്രിയോസി മേ. 18-ാം അധ്യായത്തിൽ 65-ാം ശ്ലോകത്തിൽ ഭഗവാൻ പറയാണ്, മന്മന, എനിക്കെന്താ വേണ്ടത്? മന്മന, നിങ്ങളുടെ മനസ്സ് എന്നിൽ ഉറപ്പിക്കൂ. മൽ ഭക്ത, നിങ്ങളുടെ മനസ്സ് എനിക്ക് സമർപ്പിച്ചാൽ നിങ്ങൾ ആരായി തീർന്നു? എൻ്റെ ഭക്തനായി തീർന്നു. അപ്പം നിങ്ങളുടെ മനസ്സർപ്പിക്കാതെ ബാക്കി എന്തർപ്പിച്ചിട്ടും എൻ്റെ ഭക്തനെ കാര്യമില്ല എന്ന് പറയില്ല. നിങ്ങളുടെ മനസ്സർപ്പിക്കാതെ എന്തർപ്പിച്ചിട്ടും നിങ്ങൾ എൻ്റെ ഭക്തനാവുന്നില്ല. ഭക്തനാവണമെങ്കിൽ നമ്മുടെ മനസ്സ് ആർക്കർപ്പിക്കണം? ഭഗവാൻ അർപ്പിക്കണം. മദ്യാജി മാം നമസ്കരു, എന്ത് ചെയ്യുമ്പോഴും ഭഗവാന് സന്തോഷിക്കട്ടെ എന്ന രീതിയിൽ ചെയ്യണം. എന്ത് കിട്ടുമ്പോഴും ഇത് ഭഗവാന്റെ പ്രസാദം, സന്തോഷത്തോടെ സ്വീകരിക്കണം. ചെയ്യുമ്പോഴും സന്തോഷം വേണം, സ്വീകരിക്കുമ്പോഴും. അമ്പലത്തിൽ നിന്ന് പ്രസാദത്തിൻ്റെ കാര്യമല്ല പറയണത്. ജീവിതത്തിൽ സുഖമായാലും ദുഃഖമായാലും ലാഭമായാലും നഷ്ടമായാലും പരാജയമായാലും മാനമായാലും അപമാനമായാലും എന്ത് തന്നെ, സുഖം വാ യദി വാ ദുഃഖം, സുഖമായാലും ദുഃഖമായാലും എങ്ങനെ സ്വീകരിക്കണം? അത് ഭഗവത് പ്രസാദമായി സ്വീകരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അങ്ങനെ മധ്യാജി മാം നമസ്കരു. ഭഗവാൻ പറയണ അങ്ങനെയുള്ളവര് മാം ഏവയേഷ്യസി, അവരെന്നെ തന്നെ പ്രാപിച്ചിരിക്കും. പ്രതിജാനേ, ഞാൻ സത്യം ചെയ്യുന്നു. പ്രിയോസിമേ, ഞാൻ ഇവിടെ വെച്ച് സത്യം ചെയ്യുകയാണ്. അങ്ങനെയുള്ളവരെനിക്കെന്നും പ്രിയപ്പെട്ടവർ തന്നെയാണ്. അപ്പം ഭഗവാന് പ്രിയപ്പെട്ടവരായി തീരണമെങ്കിൽ എന്ത് തന്നെയാണ് വേണ്ടത്? നമ്മുടെ മനസ്സ് ഭഗവാനിലേക്ക് എത്തിക്കണം. മനസ്സ് ഭഗവാനിലേക്ക് എത്തിക്കാൻ നാമസങ്കീർത്തനവും സത്സംഗവുമാണ്. അതാണ് കലിയുഗത്തിൽ